കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. അപ്പൊ ഇന്ന് ഈ ആലിയക്കട്ട് കുർത്തി എങ്ങനെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ കുർത്ത കട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതാണ് ഏകദേശം പേർക്ക് ഡൗട്ട് വരുന്നത്. ബാക്കി പ്രശ്നമല്ല, എല്ലാവർക്കും അറിയാന്നുള്ള പോലെ തന്നെ. ഞാനിപ്പോ ഇവിടെ ടോട്ടൽ ലെങ്ത് 44 എടുത്തിട്ടുണ്ട്. ഞാനെടുത്ത ഈ ടോട്ടൽ ലെങ്ത് 44 വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്. എന്റെ അളവിന് ഞാൻ 44 കൊടുത്തു. നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ അളവിന് നിങ്ങൾക്ക് ചെയ്യാം. ഈ യോക്ക് ഏരിയ ഞാൻ 14 കൊടുക്കുക ഇതുവരെ കേട്ടോ. ഫ്രണ്ടും ബാക്കും 14. ഇപ്പൊ 15 കൊടുക്കുന്നവരുണ്ട്, 14 കൊടുക്കുന്നവരുണ്ട്. നമുക്ക് എങ്ങനെ വേണം കൊടുക്കുക, നമ്മുടെ ഹൈറ്റിനൊക്കെ അനുസരിച്ച് നമുക്കത് വേരിയേഷൻ വരും. അത് പ്രശ്നമല്ല. അപ്പൊ ഞാനിവിടെ 14 യോക്ക് ഏരിയ കൊടുത്തു, 30 ഇഞ്ച് സ്കേർട്ടിന് കൊടുത്തു. ടോട്ടൽ 44 ഇഞ്ച്. അതിനകത്ത് നിന്ന് തന്നെയാണ് തയ്യൽ തുമ്പ്. എനിക്ക് ഒത്തിരി ലെങ്ത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൊടുത്ത മുട്ടിന് താഴെയുള്ള ലെങ്ത്. അപ്പോൾ സ്കേർട്ടിന് 30 ഇഞ്ച്, യോക്ക് ഏരിയ 14, തയ്യൽ തുമ്പ് ഉൾപ്പെടെ ഞാൻ കൊടുത്തിട്ടുള്ള 44 ഇഞ്ച്. അതിലുള്ള അളവാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് 46 47 എങ്ങനെയാണ് ആവശ്യം എന്ന് വെച്ചാൽ അത് ലെങ്ത് കൂട്ടി കൊടുക്കാം. സാധാ ചെയ്യുന്ന പോലെ തന്നെയാണ്. ബാക്കിൽ ഈ യോക്ക് ഏരിയയും സ്കേർട്ട് ഏരിയയും തമ്മിൽ യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യും. പക്ഷെ ഫ്രണ്ടിൽ വരുമ്പോൾ ഈ സ്കേർട്ട് 30 ഇഞ്ച്, യോക്ക് ഏരിയ 14 ഇഞ്ച്. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് ഈ ഗാദേഴ്സ് വരുന്ന പോർഷനാണ്. ഫ്രണ്ടിലെ യോക്ക് ഏരിയന്ന് ഇവിടെ നിന്ന് ഒരു 5 ഇഞ്ച് ഇങ്ങനെ കയറ്റി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 7 ഇഞ്ച് കട്ട് ചെയ്യാം, 5 ഇഞ്ച് കട്ട് ചെയ്യാം. അത് അവരവർക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്യാം. ഞാനിവിടെ 5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ 5 ഇഞ്ച് നമ്മൾ ഈ 30 ഇഞ്ചാണല്ലോ ടോട്ടല് സ്കേർട്ട് ഏരിയ പറഞ്ഞത്. അപ്പൊ ഈ ഇവിടെ മേളിലോട്ട് കയറ്റി കട്ട് ചെയ്തത് അവിടെ കവർ ചെയ്ത് വരണമല്ലോ, ഈ ഗേദേഴ്സിന്റെ ഇവിടെ കവർ ചെയ്ത് വരണമല്ലോ. ആ 5 ഇഞ്ച് നമ്മൾ ഈ സ്കേർട്ടില് കയറ്റി കൊടുക്കണം. അപ്പൊ ടോട്ടൽ ലെങ്ത് സ്കേർട്ട് 30 ഇഞ്ച് പറഞ്ഞു. അതിന്റെ കൂടെ ഈ ഗേദേഴ്സ് ഇവിടെ കട്ട് ചെയ്ത് പോയ പാർട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി ഈ 5 ഇഞ്ച് ഇവിടെ കൂടുതൽ കൊടുക്കണം കേട്ടോ. ഗേദേഴ്സ് കൊടുക്കാനാണ്. അതുകൊണ്ട് ടോട്ടൽ ലെങ്ത് സ്കേർട്ട് 30 ഇഞ്ച്, അതിന്റെ കൂടെ ഈ കട്ട് ചെയ്ത് പോയത് 5 ഇഞ്ച്. നിങ്ങൾ 7 ഇഞ്ചാണ് കട്ട് ചെയ്ത് എടുക്കുന്നതെങ്കിൽ സ്കേർട്ടിന്റെ ലെങ്തിന്റെ കൂടെ ആ 7 ഇഞ്ച് ആഡ് ചെയ്യണം. ഞാനിവിടെ 5 ഇഞ്ച് കട്ട് ചെയ്ത് എടുത്തുകൊണ്ട് സ്കേർട്ട് ലെങ്ത് 30, അതിന്റെ കൂടെ ഞാൻ 5 ആഡ് ചെയ്തു കേട്ടോ. അപ്പൊ ടോട്ടൽ സ്കേർട്ടിന്റെ ലെങ്ത് 35 ആവും. അപ്പൊ യോക്കിന്റെ 14ഉം സ്കേർട്ടിന്റെ 30ഉം ഈ 5 ഇഞ്ച് ഇവിടെ കട്ട് ചെയ്ത് പോയത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് 5 ഇഞ്ച് കൂട്ടി കൊടുത്തതും ചേർത്ത് ടോട്ടൽ 49 ഇഞ്ചാണ്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി, ബാക്കി ഈസി ആയിരിക്കും. ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് ഈ 5 ഇഞ്ച് കൂട്ടി കൊടുക്കേണ്ടത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സ്റ്റാർട്ട് ചെയ്താലോ. ഞാൻ എന്റെ അളവിനാണ് കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ അതിനു വേണ്ടി ഇവിടെ യോക്ക് ഏരിയ ഫസ്റ്റ് കട്ട് ചെയ്യാൻ പോവാണേ. അപ്പൊ ലെങ്ത് ആണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ലെങ്ത് ഞാൻ പറഞ്ഞല്ലോ 14 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പുറ സൈഡും 14 മാർക്ക് ചെയ്യുന്നുണ്ടേ. ഇനിയിപ്പോ എനിക്ക് 11.5 ഇഞ്ചാണ് ഞാൻ വിട്ട് കൊടുക്കുന്നത് കേട്ടോ. 11.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ 14ന്റെ അവിടെ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഫ്രണ്ടും ബാക്കും ഒന്നിച്ച് തന്നെയാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. 4ആയിട്ട് ഉണ്ടോ, 4 മടക്കായിട്ട് ഫ്രണ്ടും ബാക്കും ഇട്ടിട്ടുണ്ട് മടക്കി. ഇപ്പൊ നെക്ക് മാർക്ക് ചെയ്യാനായിട്ട് ഞാനൊരു 3.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. 3 ഇഞ്ച് മതി. ഞാനൊരു 1/2 ഇഞ്ച് ഒരു സ്കാലപ്പിന്റെ ലേസ് കൂടെ കൊടുക്കുന്നുണ്ട് നെക്കിന്. അതുകൊണ്ടാണ് ഞാനിപ്പോ 3.5 വൈഡ് കൊടുത്ത് 7 ഇഞ്ച് ലെങ്തും. അത് കഴിഞ്ഞ് ഇതുപോലെ ഒന്ന് ചേർത്ത് ഒരു വീനക്ക് പോലെ തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ഷോൾഡർ മാർക്ക് ചെയ്യുക. ഷോൾഡർ ഞാനിവിടെ 4 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. കാരണം ബാക്ക് നെക്ക് ഞാൻ ഡീപ്പ് കുറച്ചാണ് കൊടുക്കുന്നത് കേട്ടോ. ആം ഹോൾ ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 7 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുകളിലൊരു ഷോൾഡർ സ്ലോപ്പ് 1/2 ഇഞ്ച് വിടുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ 7 ഇഞ്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ 6.5 മതിയാവും. ഞാൻ എന്റെ അളവാണ് മാർക്ക് ചെയ്യുന്നത്. എല്ലാവർക്കും ഇതുപോലല്ല, ഷോൾഡർ ഒക്കെ വ്യത്യാസം വരും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ വ്യത്യാസം വരുത്തി കൊടുക്കണം. കണ്ടോ, ഷോൾഡർ സ്ലോപ്പ് മുകളിൽ ഒരു 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് ചരിച്ചു കൊടുക്കണം. കാര്യം ബാക്ക് ഓൾറെഡി ഞാൻ ഡീപ്പ് കുറച്ചാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് ഈ ഷോൾഡർ സ്ലോപ്പ് മസ്റ്റായിട്ടും കൊടുക്കേണ്ടതായിട്ടുണ്ടേ. ഇപ്പൊ കണ്ടില്ലേ, ആം ഹോളിന്റെ ഇവിടെ ഈ കോണിലൊന്ന് ഒരു 1/2 ഇഞ്ച് കയറ്റി ഇതുപോലെ മാർക്ക് ചെയ്ത് കർവ് കൊടുക്കാം കേട്ടോ.
നേരത്തെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ബോഡി ഞാൻ 11.5 ഇഞ്ചാണ് എടുത്തതെന്ന്. ഇപ്പൊ ഞാൻ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 1 ഇഞ്ച് കുറച്ചുകൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. ഇതുപോലെ ഒന്ന് ചരിച്ച് വരച്ചു കൊടുക്കാം. യോക്ക് പോർഷന്റെ സൈഡ് താഴ്ന്നു പോതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ 1 ഇഞ്ച് ഒന്ന് മേളിലോട്ട് മാർക്ക് ചെയ്ത് ചരിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആം ഹോൾ റൗണ്ട് ഉണ്ടോ, അതും കട്ട് ചെയ്ത് മാറ്റി. ഞാൻ നെക്ക് ഇപ്പൊ കട്ട് ചെയ്യുന്നില്ല, കാര്യം പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചു തരാം അതെങ്ങനെയാന്ന്. ബാക്ക് നെക്ക് ഞാൻ 3 ഇഞ്ച് തന്നെയാണ് കേട്ടോ വൈഡ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതുപോലെ ഡീപ്പും 3 ഇഞ്ച്. അപ്പൊ ഡീപ്പും 3 ഇഞ്ച് വൈഡും 3 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഫ്രണ്ട് നെക്ക് 3.5 കൊടുത്തെങ്കിലും ആ ലേസ് കൂടെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് ആയിക്കോളും. ഞാനിപ്പോ യോക്ക് പോർഷനിലെ ലൈനിങ് ആണ് കട്ട് ചെയ്തത് കേട്ടോ. അപ്പം മെയിൻ പീസ് കട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഈ ലൈനിങ് കട്ട് ചെയ്ത ലൈനിങ് അതിന്റെ പുറത്തോട്ടിട്ട് സെയിം അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ടേ. പിന്നെയാണ് നമ്മുടെ ഈ ഗേദേഴ്സ് വരുന്ന പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ബാക്ക് പീസ് ഒന്ന് മാറ്റിയിട്ടാണ് ഈ ഫ്രണ്ട് പാർട്ട് മാത്രമാണ് ഇപ്പൊ കട്ട് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ ഒന്ന് മേളിലോട്ട് 5 ഇഞ്ച് ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് യോക്കിന്റെ ഈ സൈഡിലോട്ട് കണ്ടോ ഇതുപോലൊന്ന് സൈഡ് ടേപ്പ് ഇതുപോലൊന്ന് പിടിച്ച് ഒന്നുകൂടെ മാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് ഇതേ ഷേപ്പിനൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതുപോലെ തന്നെ ഇനിയിപ്പോൾ സ്കേർട്ട് പോർഷന്റെ ലൈനിങ് 11.5 ഇഞ്ചാണല്ലോ ഞാൻ മേളിൽ യോക്ക് പോർഷന് കൊടുത്തത്. അതുപോലെ സ്കേർട്ട് പോർഷനിൽ ഇവിടെ 11.5 കൊടുത്തു. ലെങ്തും കട്ട് ചെയ്തു. 14 ഇഞ്ചും യോക്ക് പോർഷൻ കട്ട് ചെയ്തപ്പോൾ 30 ഇഞ്ച് താഴോട്ട്. ലൈനിങ്ങിന് 2 ഇഞ്ച് കുറച്ച് ചെയ്താൽ മതി. അങ്ങനെ അതുപോലെ ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ബാക്ക് പീസ് ഇപ്പം മെയിൻ പീസ് അതുപോലെ തന്നെ ലൈനിങ് വെച്ച് സെയിം അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഇനിയാണ് നമുക്ക് ഈ ഗേദേഴ്സ് കൊടുക്കേണ്ട ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ ഈ യോക്കിലൊന്ന് ഒരു 5 ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റിയല്ലോ, ആ പീസ് ഈ ലൈനിങ്ങിന്റെ പുറത്ത് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ടേ. കണ്ടോ 5 ഇഞ്ചാണ്. അതൊന്ന് നല്ലപോലെ ഒന്ന് മാർക്ക് ചെയ്ത് അതിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണേ ചരിച്ച്. അപ്പോൾ 5 ഇഞ്ച് വരും ഈ ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്ന ഭാഗം. അതിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഞാൻ ലൈനിങ്ങും ഈ മെയിൻ പീസും ഒന്നിച്ചാണ് കേട്ടോ ഇട്ടയ്ക്കുന്നത്. ഇപ്പോൾ ലൈനിങ്ങിന്റെ അടിയിൽ മെയിൻ പീസും കൂടെ ഇട്ടിട്ടുണ്ട്. ഇപ്പം മാർക്ക് ചെയ്തല്ലോ, അപ്പോൾ ഒന്നിച്ച് ഞാൻ കട്ട് ചെയ്തെടുക്കാന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് മാർക്ക് ചെയ്ത് ഇതിനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നെക്ക് കണ്ടോ, ഞാനിവിടെ 3.5 ഇഞ്ച് വീതിയിലും 7 ഇഞ്ച് നീളത്തിലും ഇതുപോലെ ഒരു സ്റ്റെഫ് കട്ട് ചെയ്ത് തുണിയിൽ അയൺ ചെയ്ത് സൈഡ് ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുവാണേ. അതിന്റെ സെന്റർ ഇതുപോലെ ഒന്ന് കുഞ്ഞു കട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് യോക്ക് ഏരിയ ഈ ലൈനിങ്ങും ഞാനിപ്പോ ഇവിടെ ഒരു ജോർജറ്റ് ആണ്, നല്ല കട്ടി കുറവാണ്. അപ്പൊ അത് ഇങ്ങനെ തെന്നി മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാനിവിടെ ഈ ഫുൾ സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് സൈഡെല്ലാം സ്റ്റിച്ച് ചെയ്ത്, അപ്പം അനങ്ങത്തില്ല, അതുപോലെ ഇരുന്നോളും. സ്റ്റിച്ചിന് എളുപ്പം. അങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഞാൻ ഈ കുഞ്ഞൊരു കട്ട് അവിടെയും സെൻറ്റർ ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഈ നെക്ക് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നെക്ക് ഒന്ന് മടക്കി അടിച്ചാൽ മതി. പക്ഷെ ഞാനിവിടെ ഇപ്പോൾ കണ്ടോ ഈ ഒരു സ്കാലപ്പ് ഒരു ലേസ് കൊടുക്കുന്നുണ്ട്. അത് ഈ സ്റ്റിഫിന് അടിയിലോട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ വെച്ച് മടക്കി അടിക്കുമ്പോൾ കറക്റ്റായി വന്നോളും. കണ്ടില്ലേ, ഇതുപോലെ അതിൻ്റെ അടിയിൽ കറക്റ്റ് പിടിച്ചാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇനിയിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ ഒന്ന് സ്റ്റിച്ചിനെ ഇപ്പുറം വെച്ച് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇതിനെ. ഈ കട്ട് ചെയ്തെടുത്ത ഭാഗം സ്റ്റിച്ചിൽ പെടാതെ ഇതുപോലെ ചെറിയ ഓരോ കട്ടുകൾ കൊടുക്കണേ. ഇതിനെ ഒന്ന് തിരിച്ചിട്ടെടുക്കുമ്പോൾ നെക്ക് ഇതുപോലെ കിട്ടും കണ്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ സ്കാലപ്പ് ലേസ് വെച്ച് അടിക്കുന്നതെന്ന്. അത് കഴിഞ്ഞ് ബാക്ക് നെക്ക് 3 ഇഞ്ച് വീതിയും 3 ഇഞ്ച് വൈഡിലും കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് ഈ മാർക്ക് ചെയ്തതിന്റെ പുറത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
അതും സ്റ്റിച്ച് വിട്ട് ഇപ്പുറം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അത് കഴിഞ്ഞ് ഒന്ന് തിരിച്ചിട്ടെടുത്താൽ മതി. കറക്റ്റ് നെക്ക് ഷേപ്പ് അതുപോലെ കിട്ടും കേട്ടോ. കണ്ടോ, നെക്ക് ബാക്ക് നെക്ക് ഇതാണേ. അതിനുശേഷം ഫ്രണ്ടും ബാക്കും ഇതുപോലെ ഷോൾഡറുകൾ തമ്മിലൊന്ന് യോജിപ്പിച്ച് അടിച്ചു കൊടുക്കാം. ഞാൻ ഗേദേഴ്സ് എളുപ്പത്തിന് ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. വലിയൊരു നീഡിലെടുത്ത് നൂല് കോർത്ത് ഇതുപോലെ നമുക്ക് എത്ര വലിപ്പമുള്ള ഗേദേഴ്സ് വേണം അത്രയും ഒരേ വലിപ്പമായിരിക്കണം. ഇതുപോലെ വലിപ്പത്തിന് ഗേദേഴ്സ് എല്ലാം ഈ നൂലിനകത്തൂടെ ഇതുപോലെ ഒന്ന് കോർത്തെടുക്കും. അപ്പോഴത്തേക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് നമുക്കത് ഓരോന്നായിട്ട് പെട്ടെന്ന് എടുത്തു വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അത് ഭയങ്കര ഈസിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ഒരേ കണക്കിന് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ഗേദേഴ്സ് ഈ മെയിൻ ക്ലോത്തിലാണ് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ലൈനിങ്ങിലോട്ട് ഇതിനെ ഒന്ന് ഗേദേഴ്സ് കറക്റ്റ് പിടിച്ച് അതിൻ്റെ ലൈനിങ്ങിലോട്ട് ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ യോക്ക് പോർഷനിൽ സെറ്റ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും കേട്ടോ. കണ്ടോ, ഇതുപോലെ ഈ നൂലിലൊന്ന് ഓരോന്നായിട്ട് എടുത്തു വെച്ച് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടില്ലേ? ഇനിയിപ്പോൾ എളുപ്പത്തിന് ഈ യോക്ക് പോർഷൻ ഈ ഗേദേഴ്സിന് ചേർത്ത് വെച്ച് അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് അവിടെയും ഇതുപോലെ കുഞ്ഞു കട്ടുകൾ കൊടുക്കണേ. അതിനുശേഷം തിരിച്ചിട്ട് ഇതുപോലെ ഒന്ന് പതിച്ചടിച്ചെടുക്കാം. ബാക്ക് പീസ് അടുത്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ലെങ്ത് കണ്ടോ, സൈഡ് ഫ്രണ്ടും ബാക്കും ഇതുപോലെ ചെയ്യണം. 2 ഇഞ്ച് ഒന്ന് മേളിലോട്ട് കയറ്റി ഒന്ന് വളച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് താഴെ ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി ഒരു 10.5 ഇഞ്ച് ലെങ്തിലാണ് സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. 10.5 ഇഞ്ച് ലെങ്ത് കൊടുത്തു. താഴോട്ട് ഞാൻ ഒരു 9.5 ഇഞ്ച് ഞാൻ വിട്ടിട്ടുണ്ട് കേട്ടോ, തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടും. 7 ഇഞ്ചാണ് ഞാൻ പറഞ്ഞല്ലോ, ആം ഹോൾ 7 ഇഞ്ച് കൊടുത്ത് താഴോട്ട് ഞാൻ 9.5 ഇഞ്ച് ഇട്ടിട്ടുണ്ട്. ഇവിടുന്ന് അയ്യറ്റത്ത് ഈ 10.5 ഇഞ്ചാണല്ലോ ലെങ്ത്. അപ്പം ഞാനൊരു 3 ഇഞ്ച് അവിടെ നിന്ന് വിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. ഇനിയിപ്പോ കട്ട് ചെയ്തെടുക്കാം. ഒന്ന് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് വളച്ചാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. കണ്ട് ഇതുപോലെ ഒന്ന് ചരിച്ച് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം സ്ലീവ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ യോക്ക് പോർഷന്റെ ആം ഹോളിൽ നിന്ന് ഫ്രണ്ട് സൈഡ് ഒരു 1/2 ഇഞ്ച് ഞാനൊന്ന് കുഴിച്ച് വെട്ടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സ്ലീവ് ഒന്ന് സെറ്റ് ചെയ്ത് ബോഡിയും കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ആലിയ കട്ട് ഇവിടെ കംപ്ലീറ്റ് ആയി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.